ഇന്ന് ദുഃഖവെള്ളി. ഈശോയുടെ പീഡാനുഭവ ചരിത്രത്തിലൂടെ നാം കടന്നു പോവുകയാണ്. മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ സ്വന്തം ശരീരവും രക്തവും ആത്മാവും അവിടുന്ന് സമർപ്പിച്ചു. പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ സമർപ്പണം പൂർണ്ണമാവുന്ന എല്ലാ പീഡാനുഭവത്തിലൂടെയാണ്, കുരിശിൻ്റെ വഴിയിലൂടെയാണ്, കാൽവരിയിലാണ്, കുരിശിലാണ്. കാലിത്തൊഴുത്തിൽ തുടങ്ങിയ ആ പീഡാനുഭവ യാത്ര കാൽവരിയിലെത്തി കുരിശിൽ പൂർണ്ണമാകുമ്പോൾ അവിടുന്ന് ഉറപ്പിച്ചു, ലോകത്തിൻ്റെ സകല സൃഷ്ടികളുടെയും രക്ഷ താൻ സാധുതമാക്കിയെന്ന്. അത് പൂർത്തിയാകുന്നവരെ അവിടത്തേക്ക് മാമോദീസ മുങ്ങുവാനുണ്ടായിരുന്നു. മർക്കോസ് 10:38. അവിടത്തേക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. യോഹന്നാൻ 19:28. അവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും ദൈവഹിതം പൂർത്തിയാക്കുവാനുള്ള ദാഹവും അവരുടെ രക്ഷയ്ക്കായുള്ള രക്തം കൊണ്ടുള്ള മാമോദീസായും സ്വീകരിച്ച് അവിടുന്ന് അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായി. യോഹന്നാൻ 19:30. മനുഷ്യൻ്റെ പാപത്തിൽ നിന്നുള്ള രക്ഷ യേശു തൻ്റെ സഹനത്തിൻ്റെ പാരമ്യത്തിൽ പൂർണ്ണമാക്കി. തന്നെ പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കി. അങ്ങനെ രക്ഷയുടെ വാതിൽ തുറന്നു. ഗോഗൊൽഥാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റലി കേട്ടു. ഏവം എന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്ത് ഞാൻ ചെയ്തു? സത്യത്തിൽ അവൻ ചെയ്ത അപരാധം എന്താണ്? ഹൃദയപൂർവ്വം എല്ലാവരെയും സ്നേഹിച്ചു, ദരിദ്രരെ സംരക്ഷിച്ചു, പാപികളെയും അശരണരെയും അമർത്തപ്പെട്ടവരെയും സംരക്ഷിച്ചു, കൂടെ നിർത്തി, രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി. അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. ഈശോ ചെയ്ത കാര്യങ്ങൾ മുഴുവനായും എഴുതിയാൽ ആ പുസ്തകങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ലോകം തന്നെ മതിയാതെ വരുമെന്ന് യോഹന്നാൻ 21:25 പറയുന്നുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഒരുപാട് പാടി നടന്നിട്ടുള്ള പാട്ടാണ്. എത്ര പേർ ഈ പാട്ടിൻ്റെ അർത്ഥം യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ദുഃഖം കളം തട്ടി നിൽക്കുന്ന അനുദിന ജീവിത വ്യാപാരങ്ങളുടെ ഇടയിൽ നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ ഹല്ലേലൂയ പാടാൻ സാധിക്കും? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെങ്കിലും ദുഃഖങ്ങളെ അധികം ആരും സ്വീകരിക്കാൻ തയ്യാറാകാറില്ല. അപ്പോൾ പിന്നെ അവയെ സന്തോഷത്തോടെ എങ്ങനെ സ്വീകരിക്കും? അവിടെയാണ് വിശ്വാസത്തിൻ്റെ അകമഴിഞ്ഞ കറയില്ലാത്ത സ്നേഹത്തിൻ്റെ ആഴം നാം കാണുക. പൗലോസ്ലീഹ പറയുന്നു, സ്നേഹമാണ് അഭികാമ്യം, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 1 കൊരിന്തോസ് 13:7-8. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ. 2 കൊരിന്തോസ് 13:5. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. ബലഹീനത നമ്മുടെ പരാജയമല്ല, അത് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാനുള്ള അവസരമാണ്. കാരണം അത് കൂടുതൽ ദൈവ ആശ്രയത്വത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മുടെ ബലഹീനതകളിൽ നാം തളരരുത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയെ പരിശുദ്ധൻ ഒഴുകിപ്പോകാൻ അനുവദിക്കുകയുമില്ല. ഇത് ഉയർപ്പിൻ്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശയിലേക്ക് ദൈവാശ്രയത്വം നമ്മെ നയിക്കും. ആ കുരിശിൻ്റെ താഴെ ഒരു നിശബ്ദ കഥാപാത്രം നിൽക്കുന്നുണ്ട്. ഈശോയുടെ ജനന വാർത്ത അറിഞ്ഞത് മുതൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ പിതാവിൻ്റെ കൈകളിൽ സ്വയം സമർപ്പിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് ഹൃദയത്തിൽ അടക്കി ജീവിക്കുന്ന ഒരു അമ്മ. അവൾ നിശബ്ദമായി എല്ലാം സഹിക്കുകയായിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു, ഈ ദുഃഖവെള്ളി ഒരു അവസാനമല്ല, മറിച്ച് എല്ലാറ്റിൻ്റെയും തുടക്കമാണ് എന്ന്. അതൊരു ഉയർപ്പിനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് എന്ന്. തൻ്റെ പുത്രൻ്റെ കഠോരമായ പീഡകളുടെ നടുവിലും എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിശബ്ദയായി നിൽക്കാൻ അവൾക്ക് സാധിച്ചത് അവൻ്റെ ഉയർപ്പിലുള്ള ആ പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്, അവളുടെ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. കല്ലറ ഒരു അവസാന വാക്കല്ല, ഒരു അവസാനമല്ല എന്നും, അവിടെ നിശബ്ദതയിൽ ദൈവം പ്രവർത്തിക്കുന്നുവെന്നും, കാത്തിരിക്കാൻ ക്ഷമയും പ്രത്യാശയോടുള്ള പ്രതീക്ഷയും നമ്മെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കുമെന്നും കർത്താവിൻ്റെ കല്ലറ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവിതത്തിൽ നീയും നിൻ്റെ പരിശുദ്ധ അമ്മയും കാണിച്ച ക്ഷമയും സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും പ്രകടമാകുവാൻ ഞങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ.